നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. യുഎയിലെ ഷാർജയിലെ കോർഫഖാനിൽ റിക്ടർ സ്കെയിലിൽ 2.0 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി 35ഓടെയാണ് സംഭവം നടന്നതെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. ഈ ഭൂചലനത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദുബായിലെ അൽബർഷ സൗത്തിലെയും സുക്കീം സ്ട്രീറ്റിലെയും പ്രവേശന കവാടങ്ങൾ റോഡ് വികസനത്തിന്റെ ഭാഗമായി അടച്ചതായി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ജുമൈറ സ്ട്രീറ്റ് മുതൽ എമിറേറ്റ്സ് റോഡ് വരെയുള്ള 16 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. 332 ദശലക്ഷം ദിർഹം ചെലവിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതിയുടെ 70% പൂർത്തിയായിട്ടുണ്ട്. സലാലയിലെ ഇന്ത്യൻ എംബസിയുടെ പുതിയ കോൺസുലർ പാസ്പോർട്ട് വിസ സേവന കേന്ദ്രം ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു. പാസ്പോർട്ട് പുതുക്കൽ, വിസ പ്രോസസിംഗ്, അറ്റസ്റ്റേഷൻ, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അപേക്ഷകൾ എന്നിവയുൾപ്പെടെ നിരവധി സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. സേവനങ്ങൾക്കായി ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. ഒമാനിൽ ആസൂത്രണം ചെയ്ത 11 ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററുകളിൽ രണ്ടാമത്തേതാണ് ഇത്. ആദ്യത്തേത് മസ്കറ്റിൽ നേരത്തെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. യമൻ തീരത്ത് അഭയാർത്ഥികളുള്ള ബോട്ട് മുങ്ങി. ബോട്ടിലുണ്ടായിരുന്ന 200 പേരിൽ 132 പേരെ കാണാതായി. 12 പേരെ രക്ഷപ്പെടുത്തുകയും 56 മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. എത്യോപ്യയിൽ നിന്നുള്ള അഭയാർത്ഥികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് UN ഏജൻസി അറിയിച്ചു. ദുബായിലെ പാർക്കിംഗ് പണപ്പിരിവ് സംവിധാനം AI ഉപയോഗിച്ച് നവീകരിക്കുന്നു. ഈ പുതിയ സംവിധാനം അനുസരിച്ച് പാർക്കിംഗ് ഫീസ് അടക്കാൻ മറന്നാലും പിഴ ഈടാക്കില്ല. പാർക്കിംഗ് സ്ഥലത്ത് പ്രവേശിക്കുമ്പോഴും പുറത്തു കടക്കുമ്പോഴുമുള്ള സമയം AI സംവിധാനം നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് സാലിക് അക്കൗണ്ടിൽ നിന്ന് പണം ഈടാക്കുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ 36,000 പാർക്കിംഗ് സ്ഥലങ്ങളിൽ ഈ സംവിധാനം നിലവിൽ വരും. ഇത് രാജ്യത്തെ ആദ്യത്തെ ഓട്ടോണമസ് പാർക്കിംഗ് സംവിധാനമാണ്. യുഎയിലെ സ്വദേശവൽക്കരണ തട്ടിപ്പ് കണ്ടെത്താൻ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പരിശോധന കർശനമാക്കി. കഴിഞ്ഞ 3 വർഷത്തിനിടെ 3568 വ്യാജ നിയമങ്ങളാണ് മന്ത്രാലയം കണ്ടെത്തിയത്. സ്വദേശിവൽക്കരണം നടത്തിയെന്ന് വരുത്തി തീർക്കാൻ ചില കമ്പനികൾ പേരിനു മാത്രം നിയമങ്ങൾ നടത്തിയതായി പരിശോധനയിൽ കണ്ടെത്തി. വ്യാജ നിയമനങ്ങൾ നടത്തിയ കമ്പനികൾ സ്വദേശവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നാഫിസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായും കണ്ടെത്തി. ഇതേ തുടർന്ന് പിടിക്കപ്പെട്ട കമ്പനികൾക്ക് മന്ത്രാലയം പിഴ ചുമത്തി. സൗദിയുടെ ഡിജിറ്റൽ ആപ്പായ തവക്കൽനയുടെ സേവനങ്ങൾ ഇപ്പോൾ ലോകത്തെവിടെ നിന്നും ലഭ്യമാകും. സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. സൗദികൾക്കും വിദേശികൾക്കും സന്ദർശകർക്കും ഒരുപോലെ ഈ സേവനം ഉപയോഗിക്കാം. 1000-ലധികം സർക്കാർ സേവനങ്ങളാണ് ആപ്പിലൂടെ ലഭ്യമാകുന്നത്. ഉപയോക്താക്കളുടെ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ, നാഷണൽ അഡ്രസ് വിവരങ്ങൾ, ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്കായുള്ള പെർമിറ്റുകൾ തുടങ്ങിയവ ആപ്പിൽ ലഭിക്കും. കുവൈത്തിലെ വിസ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ വരുത്തി. ടൂറിസം, വാണിജ്യ മേഖലകളെ ആകർഷകമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. കുടുംബ സന്ദർശന വിസയുടെ കാലാവധി 3 മാസമായി ഉയർത്തി. കുടുംബ സന്ദർശന വിസയ്ക്ക് ബിരുദ യോഗ്യത ഉണ്ടായിരിക്കണം എന്ന നിബന്ധന ഒഴിവാക്കി. സന്ദർശകർക്ക് കുവൈത്തി വിമാന കമ്പനികളിൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ എന്ന വ്യവസ്ഥയും പിൻവലിച്ചു. ഈ മാറ്റങ്ങൾ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.